നല്ല ഒന്നാന്തരം വരിക്കച്ചക്ക കിട്ടി. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയട ഉണ്ടാക്കി. അതിന്റെ വിശേഷങ്ങളാണിന്ന് കണ്ടാലോ. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചക്കച്ചുളയനെ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. അതേസമയം നമ്മൾ ശർക്കര പാനി കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. അടികട്ടിയുള്ള ഒരു പാത്രം ചൂടാവുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് ഈ ചക്ക നമുക്ക് അതിനകത്തേക്ക് തട്ടിക്കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഓവർ കുക്കായി പോകാനായിട്ട് പാടില്ല. അത്യാവശ്യത്തിന് ഒന്ന് ഇതുമായിട്ട് ഈ നെയ്യുമായിട്ട് ഒന്ന് മിക്സായി നല്ല ഒന്ന് വഴണ്ട് വരുന്ന ആ ഒരു ടൈം വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് കണ്ടോ, ചക്കയുടെ ആ ഒരു പീസുകളെല്ലാം തന്നെ ഒന്ന് കുഴഞ്ഞ് വാടി അങ്ങനെ തളർന്ന് കിടക്കുന്ന ആ ഒരു കണ്ടീഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി ഇതുമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര മധുരമാണോ വേണ്ടത് അതനുസരിച്ച് വേണം ശർക്കര ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാനായിട്ട്. ചിലർ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ശർക്കരയ്ക്ക് പകരം. ജസ്റ്റ് ഒന്ന് തിളവന്ന് തുടങ്ങുമ്പോഴത്തേക്കും പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്ക ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മുഴുവൻ ഏലക്ക വേണമെങ്കിൽ അതും ഇങ്ങനെ ചതച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണേ. അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചിരകി വെച്ചിട്ടുള്ള തേങ്ങയാണ്. ഇവിടെ നമ്മൾ ഒരു 4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് അത്രത്തോളം ചക്ക ഉണ്ട്. അപ്പം നമ്മൾ എത്രയാണോ ചക്ക എടുക്കുന്നത് ആ ക്വാണ്ടിറ്റിക്ക് ആനുപാതികമായിട്ടുള്ള ഒരു തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് തേങ്ങ അധികം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങൾക്കിവിടെ തേങ്ങ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരു പഞ്ഞവും വരുത്തിയിട്ടില്ല. 4 കപ്പ് തേങ്ങ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടില്ല, നമ്മൾ ശർക്കര പാനി ഒഴിച്ചത് കാരണം തന്നെ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇത് ഉള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് ആയത് കാരണം ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ആവുന്നത് വരെ നമ്മളിത് വറട്ടിയെടുക്കണം. അതേ നട്ട്സ് എടുത്തിട്ടുണ്ട്, അത് നമ്മൾ നെയ്യിൽ വറുത്ത് ഈ ഒരു മിക്സിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, നല്ല മണമാണ്. അടുത്ത് നമ്മളിതിനെ കൺസിസ്റ്റൻസിയിലേക്ക് വറട്ടിയെടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. അത് കുറച്ച് സമയം എടുക്കും. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് നല്ലപോലെ വറട്ടിയെടുക്കാൻ. ഇതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റോസ്റ്റ് ചെയ്തിട്ടുള്ള പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പ പൊടിയാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. ഒരു നുള്ളു ഉപ്പും ചേർത്ത് ചൂടുവെള്ളത്തിൽ നമ്മൾ കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കി റെഡിയാക്കി വെക്കുക. ഇലയിലേക്ക് അല്പം നെയ്യോ എണ്ണയോ നമുക്ക് തടവി കൊടുക്കാം. നമ്മളിപ്പോൾ പൊരിയണി ഇലയാണ് എടുത്തിട്ടുള്ളത്. വാഴയിലയിൽ ചെയ്യുന്നവരുണ്ടേ. നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഇലയിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നിരത്തി കൊടുക്കാം. കൈ ഇടയ്ക്ക് നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ നനച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. മാക്സിമം നമുക്ക് എത്ര നൈസായിട്ട് പരത്താൻ പറ്റുമോ അങ്ങനെ പരത്താം. നമുക്ക് ഈ ഷേപ്പും കാര്യങ്ങളൊന്നും അത്രത്തോളം ഒത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. കാരണം ഇത് മടക്കി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ്. സോ നമ്മൾ അതിനകത്ത് ഫില്ലിങ് എടുത്ത് വെച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ ഇല നമ്മളിതൊന്ന് വെറുതെ തുറന്നു നോക്കിക്ക്, ആ ഇലയുടെ ഷേപ്പ് കറക്റ്റായിട്ട് അതിനകത്ത് കാണാൻ പറ്റും. കണ്ടോ, ഫില്ലിംഗ് എല്ലാം ഇപ്പം വളരെ സേഫായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇലയെ നമുക്കിങ്ങനെ 3 സൈഡും ഫോൾഡ് ചെയ്ത് റെഡിയാക്കി വെക്കാം. അങ്ങനെ നമുക്കൊരു ആവശ്യത്തിന് എത്രയാണോ നമ്മുടെ സ്റ്റീമറിൽ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ നമുക്ക് വെക്കാൻ പറ്റുന്നത് അത്രയും നമുക്ക് റെഡിയാക്കി വെക്കാം. ആ സമയം കൊണ്ട് ഇഡ്ഡലി തട്ടിലുള്ള വെള്ളമൊക്കെ ചൂടായി ആവി വരും. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനെ എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് വേവിച്ചെടുക്കാം. ഓരോ ബാച്ചായിട്ട് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കണ്ടീഷനിലായിട്ടുണ്ടാവും. ഇലയൊക്കെ കണ്ടില്ലേ, കളറൊക്കെ മാറി ആ ഉള്ളിൽ വെച്ചിരുന്ന മാവും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിനോട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കട്ടൻ ചായയും കൂടെ ആയാലോ. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. ആഹാ, നല്ല പരുവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ അടിപൊളിയായിട്ട് അതിനകത്ത് നല്ല മെൽറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഒന്ന് തുറന്നു നോക്കിയാൽ നമുക്കിങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ചക്ക കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ടത് കാരണം തന്നെ നമ്മൾ കുഞ്ഞു പീസുകൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും. ആ കാഷ്യൂനട്ടും നെയ്യുടെ ഫ്ലേവറും ചക്കയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കിഡിലൻ ഫ്ലേവറാണ് ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം ടീം ട്രാവലിംഗ് ട്രയോ.